കൂടുതൽ സാധാരണക്കാരന്റെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷനും എക്കോ TMT അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യങ്ങളും എളനാട് എമർജൻസി കെയർ സെന്റർ. ഉപജീവനത്തിനായി ഓട്ടോ ഓടിച്ചിരുന്ന തിരുവിലാമല രാമദാസ് തന്റെ ജീവൻ നിലനിർത്താനുള്ള ഓട്ടത്തിലാണ്. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയ്ക്കായുള്ള കനിവ് തേടുകയാണ് ഇദ്ദേഹം. ജീവിതം മുന്നോട്ട് പോകാൻ വളരെ വിഷമത്തിലാണ്. കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരെല്ലാവരും പറയുന്നത്. സാധിക്കില്ല മുന്നോട്ട് പോകാൻ. അതിനോട് നിങ്ങൾ എല്ലാവരും സഹകരണങ്ങളും വേണം. തിരുവില്ലാമല ടൗണിൽ ഓട്ടോ ഓടിച്ച് ഉപജീവനം കണ്ടെത്തിയിരുന്ന KK രാമദാസ് ആണ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലായിട്ടുള്ളത്. തിരുവില്ലാമല കണിയാർക്കോട് കുഴിഞ്ഞംപാടത്തെ KR കൃഷ്ണൻ പ്രഭാവതി ദമ്പതികളുടെ മൂത്ത മകനാണ് വൃക്കരോഗം മൂലം അത്യാസന്ന നിലയിലായിട്ടുള്ളത്. 42 വയസ്സുള്ള രാമദാസ് ടൗണിൽ 20 വർഷത്തിലേറെയായി ഓട്ടോ ഓടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന വ്യക്തിയാണ്. പ്രമേഹ രോഗിയായിരുന്ന രാമദാസ് കഴിഞ്ഞ 6 മാസം മുമ്പാണ് ഇരുവൃക്കകളും തകരാറിലായെന്ന് അറിയുന്നത്. ജീവൻ നിലനിർത്തുന്നതിനായി എത്രയും പെട്ടെന്ന് ഇരുവൃക്കകളും മാറ്റിവെക്കണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം. അതനുസരിച്ച് ഇപ്പോൾ ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് ചെയ്തു വരികയാണ്. ഓട്ടോറിക്ഷ ഓടിച്ചു മാത്രം വരുമാനം കണ്ടെത്തിയിരുന്ന രാമദാസിനെ സംബന്ധിച്ച് ഇതേറെ പ്രതിസന്ധിയാണ്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലും ഡയാലിസിസിന് വിധേയനാവുകയാണ് രാമദാസ്. ഒരു ഡയാലിസിസിന് സ്വകാര്യ ആശുപത്രിയിൽ 4000 രൂപയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2000 രൂപയുമാണ് ഉള്ളത്. രാമദാസ് തന്റെ ദയനീയാവസ്ഥ CCVയോടായി പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് രാമദാസ്. ഞാൻ 10 കൊല്ലമായിട്ട് തിരുവില്ലാമല ടൗണിൽ വണ്ടി ഓടിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് തീരെ സുഖമില്ല. കാരണം എനിക്ക് കിഡ്നിയുടെ പ്രോബ്ലമായി 6 മാസമായിട്ടാണ് അറിഞ്ഞിരുന്നത്. ഇപ്പോൾ 7 ഡയാലിസിസ് കഴിഞ്ഞു. എനിക്ക് ഭാര്യയും 2 പിള്ളേരുമാണ്. ഇനി ജീവിതം മുന്നോട്ട് പോകാൻ വളരെ വിഷമത്തിലാണ്. കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരെല്ലാവരും പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ സഹകരണങ്ങൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓട്ടോ ഓടിച്ചാണ് കഴിയുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ തീരെ ഓട്ടോ ഓടിക്കാനൊന്നും പറ്റുന്നില്ല. മുന്നോട്ട് പോകണം. ഡയാലിസിസ് ഒരാഴ്ചയിൽ 2 തവണ ചെയ്യണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിനുള്ള സാമ്പത്തികമൊന്നും നമ്മുടെ കയ്യിലില്ല. പ്രിയയാണ് ഭാര്യ. മൂത്ത മകൾ ആര്യദാസ് തിരുവില്ലാമല GVHSSൽ 10ാം തരം വിദ്യാർത്ഥിയാണ്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ അക്ഷയ് കൃഷ്ണയും ഇതേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ ഓടിച്ച് വരുമാനം കണ്ടെത്തിയിരുന്ന രാമദാസിന്റെ കുടുംബത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ജീവിതത്താളം തെറ്റിക്കുകയാണ്. വയോധികയായ അമ്മ പ്രഭാവതി പ്രയാസമേറിയ ദിനങ്ങളിലൂടെ കടന്നുപോകുന്ന രാമദാസിന്റെ അസുഖം മൂലമുള്ള പ്രതിസന്ധിയിൽ കടുത്ത വിലാപം അടക്കുവാനാകാതെ യാഥാർത്ഥ്യങ്ങൾ വിവരിക്കുകയാണ്. എൻ്റെ മകൻ വലിയതായിട്ട് 5-6 മാസമായി. എൻ്റെ മകൻ ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ്. വേറൊരു മാർഗമില്ല. അതിനോട് നിങ്ങൾ എല്ലാവരും സഹകരണങ്ങളും വേണം. 2 ചെറിയ കുട്ടികളാണ്. ഭാര്യയ്ക്ക് ഇടയ്ക്ക് വയ്യ. എല്ലാവരും സഹകരണങ്ങൾ വേണം. നമുക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ വയ്യാത്തവരാണ്. രാമദാസിന്റെ അമ്മയ്ക്കും അച്ഛനും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ നേരിടുന്ന വേളയിലും സഹോദരങ്ങൾ കൂലിവേല ചെയ്ത് ജീവിക്കുന്നത് മൂലവും ഡയാലിസിസ് ചെയ്യുന്നതിന് പോലും ആവശ്യമായ തുക കണ്ടെത്തുവാൻ ആകാതെ വിഷമഘട്ടത്തിലായിരിക്കുകയാണ് രാമദാസിന്റെ കുടുംബം. വൃക്കം മാറ്റിവെക്കലിനാകട്ടെ ലക്ഷങ്ങൾ ആവശ്യവുമാണ്. ഇതിനുള്ള തുക കണ്ടെത്തുകയും അസാധ്യമാണ് രാമദാസിന്. രാമദാസിന്റെ ഭാര്യ പ്രിയ വിതുമ്പുന്ന വാക്കുകളാൽ തങ്ങളുടെ പരിമിതികൾ വ്യക്തമാക്കി. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. മകള് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മകൻ 7ാം ക്ലാസ്സിലാണ്. ഓട്ടോറിക്ഷ കിട്ടിയിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വരുമാനമൊന്നുമില്ല. ഞങ്ങളെ സഹായിക്കണം. മകള് പാക്കാട്ടോൾ സ്കൂൾ 10ാം ക്ലാസ്സാണ്. മകൻ 7ൽ പഠിക്കുകയാണ്. വരുമാനമൊന്നുമില്ല. ഓട്ടോറിക്ഷ കിട്ടിയിട്ടാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും സഹായിക്കണം. ഏവരെയും കേണപേക്ഷിക്കുകയാണ് സഹായ ഹസ്തങ്ങൾക്കായി. അയൽവാസിയും സാമൂഹ്യ പ്രവർത്തകനുമായ P. രാംകുമാർ ഇരുവൃക്കകളും തകർന്ന്
ജീവനോട് മല്ലടിക്കുന്ന രാമദാസിന്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും നിലവിലുള്ള അവസ്ഥകളെക്കുറിച്ചും CCBയോടായി വിശദമാക്കി. ഞങ്ങളെല്ലാം ഈ രാമദാസിന്റെ അയൽവാസികളാണ്. വളരെ കുറെ കാലങ്ങളായിട്ട് ഇവരെ അറിയുന്നതാണ്. കഴിഞ്ഞ 20 വർഷമായി ഇവൻ ഡയബറ്റീസിന്റെ പേഷ്യൻ്റാണ്. അതിന്റെ ചികിത്സകളും മറ്റു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ചെറിയ കുട്ടികളും 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളും ഭാര്യയും അവനും അടങ്ങുന്നതാണ് കുടുംബം. അച്ഛൻ രോഗിയായി കിടപ്പിലായിട്ട് കുറച്ച് വർഷങ്ങളായി. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവന് പെട്ടെന്നൊരു പനി ഉണ്ടാവുകയും മേലെല്ലാം നീര് വരികയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് കിഡ്നി രണ്ടും തകരാറിലാണ്, കിഡ്നി മാറ്റി വയ്ക്കണമെന്നുള്ള നിർദ്ദേശം കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് മെഡിക്കൽ കോളേജിൽ മറ്റു കാര്യങ്ങളും പോയി ഡയാലിസിസും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെയധികം പൈസ ചെലവുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടി ഇവർക്ക് താങ്ങാൻ പറ്റില്ല. നിർദ്ധനരായ ഒരു കുടുംബമാണ്. അവനെ സംബന്ധിച്ചുള്ള മാനസികമായ ടെൻഷനിലാണ്. കാരണം കുട്ടികളുടെ കാര്യങ്ങളും 42 വയസ്സേ ആയിട്ടുള്ളൂ. അവരുടെ കുട്ടികളുടെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം ഓർത്ത് ആ മാനസിക ടെൻഷനും എല്ലാം കൂടി അവൻ അസ്വസ്ഥനാണ്. അപ്പോൾ അവനെ ഞങ്ങൾ ധൈര്യത്തിൽ നിർത്തുകയാണ്. കാരണം ദൈവം തട്ടിൽ സഹായിച്ചുകൊണ്ട് അവനെ ഈ ഇതിന്ന് കരകയറ്റാനുള്ള സംവിധാനം ഞങ്ങൾ ആസൂത്രണം ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ നാട്ടുകാരുടെ എല്ലാവരുടെയും ഉദാരമായ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടികൾ വിജയിക്കുകയുള്ളൂ. അതിന് ഞങ്ങളെല്ലാവരും കൂടി നിങ്ങളോട്, നാട്ടുകാരോട് ഇതിനോട് ദയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. പറ്റുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഈ നിർദ്ധനായ കുടുംബത്തെ രക്ഷിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവരുടെ ജീവിത യാതനകൾ മനസ്സിലാക്കി സന്മനസ്സുകൾ കനിയണമെന്നാണ് ഏവരുടെയും അപേക്ഷ. ലക്ഷങ്ങൾ ചിലവാകുന്ന വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സഹായം അഭ്യർത്ഥിച്ച് രാമദാസിന്റെ നിർധന കുടുംബത്തിന്റെ സഹായത്തിനായി തിരുവില്ലാമല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. രാമദാസിന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഉദാര മനസ്സുകളുടെ കനിവുണ്ടാകണം. സഹായഹസ്തങ്ങൾ വന്നു ചേരുമെന്ന അന്തിമ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ രാമദാസും കുടുംബവും. CCB ന്യൂസ്, തിരുവില്ലാമല.